LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിലാണ്. നരോക്കാവിലായിരുന്നു ആദ്യ സ്വീകരണം. പര്യടനം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിലുടനീളം എം സ്വരാജിന് ലഭിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷമ്മി പ്രഭാകർ ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. ഷമ്മി പ്രഭാകർ, ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധ്യം ജനങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ നടത്തിയ ഒരു പ്രസ്താവന, 62 ലക്ഷം കൈക്കൂലി വാങ്ങുന്നവരാണ്, 62 ലക്ഷം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ കൈക്കൂലി വാങ്ങുന്നവരാണെന്നുള്ള പ്രസ്താവന തന്നെയായിരിക്കണം ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലും ചർച്ചയാകുന്നത്. സ്വാഭാവികമായും ഇന്ന് LDF സ്ഥാനാർത്ഥി എം സ്വരാജും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് സ്വരാജ് പറയുകയും ചെയ്തത്. എങ്ങനെയാണ് സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾ പുരോഗമിക്കുന്ന? ആദ്യം നരോക്കാവിലെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി കഴിഞ്ഞു, അവിടുത്തെ സ്വീകരണ പരിപാടി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എവിടെയാണ് ഇനി എത്ര സ്ഥലങ്ങളിലാണ് സ്വരാജിൻ്റെ പര്യടനം? ഇപ്പോൾ വരക്കുളം എന്നിങ്ങനെ സ്ഥലത്താണ് സ്വരാജ് സംസാരിക്കുന്നത്. ഇവിടുത്തെ സ്വീകരണ പരിപാടിക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. കേരളത്തിന്റെ ഒരു ഈ ക്ഷേമ പെൻഷനെ കൈക്കൂലിയെന്ന് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന. ശരി ഷമ്മി, മനസ്സിലാക്കുന്നുണ്ട് സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ, സ്വീകരണ പരിപാടിയിലാണ് ഷമ്മി ഉൾപ്പെടെ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും വളരെ കൃത്യമായി തന്നെ നിലപാട് ഇന്ന് എം സ്വരാജ് വ്യക്തമാക്കുകയും ചെയ്തു. ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ് KC വേണുഗോപാൽ. ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവ്, AICCയുടെ ഓർഗനൈസേഷണൽ ജനറൽ സെക്രട്ടറി ആയ KC വേണുഗോപാൽ 62 ലക്ഷം ജനങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയത്. കൈക്കൂലിയാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നില്ല. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വോട്ടർമാർ ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. KC വേണുഗോപാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തന്നെയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് രാവിലെ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെയും TP രാമകൃഷ്ണൻ LDF കൺവീനറുടെയും ഒപ്പം തന്നെ EP ജയരാജൻ്റെയും ഒക്കെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തത്. ഏതായാലും ഷമ്മി ഒരിക്കൽ കൂടി ചേരുക. ഷമ്മി, ഇന്നിപ്പോൾ സ്വരാജിൻ്റെ സ്വീകരണ പരിപാടികളിലേക്ക് തന്നെ തിരികെ വരാം. ഇപ്പോൾ എവിടെയാണ് സ്വരാജ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം കൃത്യമായി ഈ പ്രസംഗങ്ങളിലൂടെ ഉന്നയിക്കുന്നത്? കൃത്യം രാഷ്ട്രീയം തന്നെയാണ്, ആരെയും അപഹസിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല, വ്യക്തിപരമായ അധിക്ഷേപമില്ല എന്ന് തന്നെ പറയുന്നു. പക്ഷേ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് എം സ്വരാജ് സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഷമ്മി, തീർച്ചയായും സിജു, വ്യക്തമായ രാഷ്ട്രീയം. എന്താണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്? എന്താണ് ഇടതുപക്ഷത്തിന്റെ വികസന കാഴ്ചപ്പാട്? എങ്ങനെയാണ് ഈ നാട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? ജനങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് LDF സർക്കാർ കഴിഞ്ഞ 9 വർഷം കൃത്യമായി ഫ്രൂട്ട്ഫുൾ ആക്കിയത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസനം മാത്രമല്ല, കേരളത്തിന്റെ അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു വികസന കാഴ്ചപ്പാട് അത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് സ്വരാജ് എല്ലാ വേദികളിലും സംസാരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സ്വരാജ് കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 600 രൂപയായിരുന്നു 2016 സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകിയിരുന്നത്. അതും കേവലം 32 ലക്ഷം പേർക്കാണ്. ഇന്ന് 1600 രൂപ വീതം 62 ലക്ഷം പേർക്കാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. അതാണ് ഈ നാടിന്റെ പുരോഗതിക്ക് കാരണം. അതാണ് LDF സർക്കാർ ചെയ്യുന്നത്. ഇനിയും ആ തുക വർദ്ധിപ്പിക്കാൻ LDF ആഗ്രഹിക്കുന്നു. അതായത് ഈ 1600 രൂപ പെൻഷൻ എന്നുള്ളത് കൂടുതലായി വർദ്ധിപ്പിക്കാൻ LDF ആഗ്രഹിക്കുന്നു. അതിന് ഉള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതാണ് സ്വരാജ് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം ക്ഷേമ പെൻഷന് ഈ നാട്ടിലെ സിജു, നമ്മൾ ഈ സ്വീകരണ പരിപാടിയിലൊക്കെ പോകുമ്പോൾ എത്തുന്നതിൽ വലിയൊരു ശതമാനവും അമ്മമാരായിട്ടുള്ള ആൾക്കാരാണ്. 10ഉം 60ഉം വയസ്സുള്ള അമ്മമാരാണ്. അവർക്കെല്ലാം ഈ പെൻഷൻ കയ്യിൽ കിട്ടി വലിയ സന്തോഷത്തിലാണ്. അവർ പറയുന്നു, മക്കളെ, ഈ ഒരു പൈസ കിട്ടുന്നത് കൊണ്ടാണ് നമ്മളുടെ കുടുംബത്തിലെ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതിനെ കൈക്കൂലി എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് എന്ന അഭിപ്രായമാണ് ഈ അമ്മമാർ പങ്കുവയ്ക്കുന്നത്. ആ വിഷയം, ഷമ്മി, വേണുഗോപാൽ പറഞ്ഞ ആ അധിക്ഷേപം മണ്ഡലത്തിൽ നിലമ്പൂരിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അത് നിലമ്പൂർ മണ്ഡലത്തിലെ ഈ പെൻഷൻ വാങ്ങുന്നവരെ മാത്രമല്ല അധിക്ഷേപിച്ചത്. കേരളത്തിലെ 62 ലക്ഷം പെൻഷൻ വാങ്ങുന്നവരെയാണ് KC വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടി അധിക്ഷേപിച്ചത്. ആ നിലപാട് തിരുത്താൻ ഇന്നിവിടെ തയ്യാറായിട്ടില്ല KC വേണുഗോപാൽ. അതുകൂടി അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ അവിടെ. തീർച്ചയായും സിജു, ഇവിടുത്തെ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവന ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. അവർക്ക് ഈ പ്രസ്താവനയെ ഉൾക്കൊള്ളാനും പറ്റുന്നില്ല,
തള്ളിക്കളയാനും പറ്റാത്ത ഒരു ഗതികേടിൽ നിൽക്കുകയാണ് ഇവിടുത്തെ UDF. അവർക്കറിയാം ഈ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഈ പെൻഷൻ എത്രമാത്രം ഗുണകരമാകും എന്നുള്ളത് ഇവിടുത്തെ UDF-കാർക്ക് നന്നായിട്ട് അറിയാം. കാരണം അവരുടെ പ്രവർത്തകരിലും നല്ലൊരു ശതമാനവും ഈ പറയുന്നത് പോലെ ഇപ്പോഴത്തെ ഈ ക്ഷേമ പെൻഷൻ 3200 രൂപ വീതം വീട്ടിലെത്തി കൈമാറ്റം ചെയ്യപ്പെടുകയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതിന്റെ ഗുണം കിട്ടുന്ന ആൾക്കാരാണ്. അവരെയാണ് ഈ കൈക്കൂലിക്കാരെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആക്ഷേപിക്കുന്നത്. ആ ഒരു പ്രസ്താവന ഇവിടെ മണ്ഡലത്തിൽ വലിയ തോതിൽ UDF-ന് തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ള ഏതായാലും അറിയാതെ വല്ലാതെ പെട്ടുപോയ ഒരു പ്രസ്താവനയായിപ്പോയി കെ.സി. വേണുഗോപാലിൻ്റെ എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ തിരിച്ചറിയുന്നുണ്ട്. പറയേണ്ടിയിരുന്നില്ല എന്ന് കെ.സി. വേണുഗോപാലിനും തോന്നുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമാണ് എന്തായിരുന്നു ഉള്ളിലിരിപ്പ് എന്ന കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നിലമ്പൂർ മണ്ഡലത്തിലടക്കം ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ കോൺഗ്രസ് നേതാവിൻ്റെ കെ.സി. വേണുഗോപാലിൻ്റെ പ്രസ്താവന മാറിയിരിക്കുകയാണ്. എം സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന സ്വീകരണ പരിപാടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണിപ്പോൾ ഷമ്മി പ്രഭാകർ നിലമ്പൂരിൽ നിന്നും നൽകിയത്.